നടി ലക്ഷ്മി മേനോൻ തൃപ്പൂണിത്തറക്കാരിയാണ്, സുപരിചിതയാണ്. പക്ഷേ അവരിപ്പോൾ പോലീസ് തിരയുകയാണ്. എറണാകുളം നോർത്ത് പാലത്തിൽ വെച്ച് ഒരു IT ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസാണ്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല അധോലോക സംഘമോ മറ്റോ ആണോ ഇതിനൊക്കെ പിന്നിൽ? സത്യത്തിൽ ഇവരെ തന്നെയാണോ പോലീസ് തിരയുന്നത്? അതെ, ഇതിന്റെ സംഭവത്തിൽ നിന്ന്, ആ കഥയിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ബാറിൽ വെച്ചുണ്ടായ തർക്കമാണ്. അപ്പോൾ ഈ അധോലോകം എന്നൊക്കെ പറയുന്നത് ശരിയാവാനുള്ള ഒരു സാധ്യതയൊക്കെ ഇതിനകത്തുണ്ട്. കാരണം നമ്മുടെ സിനിമാക്കാർക്കൊക്കെ എന്താ കുഴപ്പമെന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇവർ ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോകൽ, നടിയെ ആക്രമിക്കൽ, ബലാത്സംഗം, പീഡനം, അങ്ങേയറ്റം ഈ പറയുന്ന തോക്ക് വെടിവയ്പ്, അടി വെടിയിടി, ഇതെല്ലാമായിട്ട് സിനിമയുള്ളതുപോലെ സിനിമയാണ് ജീവിതം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ബാറിൽ വെച്ച് ഉണ്ടായ ഒരു തർക്കം, ഇവരുടെ ഒരു ഗ്രൂപ്പ്, ഈ നടിയും സുഹൃത്തുക്കളുമുള്ള ഒരു ഗ്രൂപ്പ്, ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോകലിന് വിധേയനായ യുവാവുള്ള ഒരു ഗ്രൂപ്പ്, ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ ബാറിൽ വെച്ച് ഒരു തർക്കമുണ്ടാകുന്നു. തർക്കമുണ്ടായി പുറത്തിറങ്ങിയതിന് ശേഷം ഇവർ വാഹനവും എടുത്ത് പോകുന്നു. ഈ യുവാവ് പോയ വാഹനത്തിൽ ഇവർ പിന്തുടർന്ന് വരുന്നു. നോർത്ത് പാലത്തിന് മുകളിൽ വെച്ച് വട്ടം പിടിക്കുന്നു. ഇത് അർദ്ധരാത്രിയോട് കൂടിയാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത്. സിനിമയിലൊക്കെ നടക്കും പോലെ ബാറിൽ വെച്ചുണ്ടാകുന്ന അടി, അത് കഴിഞ്ഞിട്ട് നായകൻ വില്ലനെ ചേസ് ചെയ്യുന്നു, പിടിക്കുന്നു. ഇതൊക്കെ ആയിരിക്കും ഇവരുടെ മനസ്സിൽ ഓടുന്ന റീലുകൾ. ഈ പറയുന്ന റീൽ എന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റേ സോഷ്യൽ മീഡിയയിലെ റീലല്ല, തിയേറ്ററിലെ റീലുണ്ടല്ലോ, ആ റീൽ ഇവരുടെ മനസ്സിൽ കിടന്നുറങ്ങി ഓടുകയായിരിക്കും. വണ്ടി കൊണ്ടുവന്ന് കുറുക്കെ നിർത്തി ചവിട്ടി ഇറങ്ങി ചാടി ഇറങ്ങുമ്പോഴത്തേക്ക് ആക്ഷൻ എന്ന് കേൾക്കുന്നുണ്ടായിരിക്കും മനസ്സിൽ. അറിഞ്ഞൂടാ, നമുക്ക് മദ്യലഹരിയിലായതുകൊണ്ട് അതൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട്. പലതും തോന്നുമല്ലോ ആ സമയത്ത്. ഇനി മദ്യമാണോ മറ്റെന്തെങ്കിലുമൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണോ ഇവരൊക്കെ എന്നുള്ളതിനെ പറ്റിയിട്ടും അറിയില്ല. എന്തായാലും കനപ്പെട്ട അന്വേഷണം ഇതിന് പിന്നിൽ വേണമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഈ പറയുന്ന ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് അവൻ്റെ മൊബൈൽ ദൃശ്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളും അത് കൊടുത്തിട്ടുമുണ്ട്. ഈ കേസിലാണ് ലക്ഷ്മി മേനോനെ പിടികൂടാനായിട്ട്, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് ശ്രമിക്കുന്നത്. പോലീസ് പിടികൂടിയില്ലെങ്കിൽ കസ്റ്റഡി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പോലീസിൻ്റെ കസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗിക നിയമപരമായിട്ടുള്ള കസ്റ്റഡിയില്ല, പോലീസിൻ്റെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയായിരിക്കും ചോദ്യം ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ പോലീസ് ഇത്തരം ക്രിമിനൽ കേസാണിത്, മറ്റ് കേസുകളല്ല. ഇവർ പ്രതിയായിട്ട് അല്ലെങ്കിൽ ആരോപണ വിധേയമായിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ മറ്റ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന സംരക്ഷണമൊന്നും തന്നെ ഈ പറയുന്ന ലീഗലി കിട്ടുന്ന മര്യാദയെ കിട്ടും. അതിനപ്പുറത്തേക്ക് സാധാരണഗതിയിൽ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയാണെങ്കിൽ സ്ത്രീയുടെ വീട്ടിൽ പോയാൽ മൊഴിയൊക്കെ എടുക്കുന്നത്, അല്ലാതെ സ്ത്രീയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്ന പരിപാടിയൊന്നും പോലീസിനില്ല. അപ്പോൾ ഇവരെ എന്തായാലും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ഇരിക്കുന്നത്. കൃത്യമായ ചോദ്യം ചെയ്യലും നടപടി ഉണ്ടാകും. വീട്ടിലില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഒളിവിലായിരിക്കും, ഭയന്നിട്ട് ഒളിവിലായിരിക്കും. നടിക്കൊപ്പം മിഥുൻ, അനീഷ് എന്ന 2 പേരും മറ്റൊരു പെൺ സുഹൃത്തും ഉണ്ടായിരുന്നു. നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഈ സ്ത്രീകളെ 2 പേരെയും. കാറിലുണ്ടായിരുന്നെന്ന് പോലീസ് എഫ്ഐആർ പറയുന്നു. മിഥുനെയും അനീഷിനെയും എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലക്ഷ്മി മേനോനെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. എന്നാൽ ഇവർ ഒളിവിലാണെന്ന സൂചനയാണുള്ളത്. പിടിയിലായവർ ആലുവ പരവൂർ സ്വദേശികളാണ്. ആലുവ സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയിരിക്കുന്നത്. കൊണ്ടുപോയ സംഘത്തിൽ ലക്ഷ്മിയും ഉണ്ടായിരുന്നു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലെന്നാണ് പറയപ്പെടുന്നത്. ഞായറാഴ്ച കൊച്ചിയിലെ ബാനർജി റോഡിലുള്ള ബാറിൽ വെച്ചായിരുന്നു തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും ഒരു ഭാഗത്തും മറ്റൊരു സംഘം മറ്റൊരു ഭാഗത്തുമായി തർക്കം ഉണ്ടാവുകയായിരുന്നു. മറുഭാഗത്തുമായിരുന്നു തർക്കം. പിന്നീട് റോഡിലേക്ക് ഈ തർക്കം നീങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാറിൽ വെച്ചുണ്ടായി. ചിലപ്പോൾ ബാറിലുള്ളവർ കൈകാര്യം ചെയ്ത് ഈ ബാറിൽ ഇവർ മദ്യം തന്നെയാണോ കഴിച്ചത് എന്നുള്ളത് അന്വേഷണ വിധേയമാക്കണം. മദ്യമല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ ബാറും കൂടി അന്വേഷണ പരിധിയിൽ വരേണ്ടതുണ്ട്. ഈ ബാറിൻ്റെ ആൾക്കാരാരാണ്, ഇതിനകത്ത് എന്തൊക്കെയാണ് ഇടപാടുകൾ നടക്കുന്നത്, ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൈമാറ്റം ചെയ്യുന്നത്. നമുക്ക് ലോക്കൽ ബാറൊക്കെ ആണെങ്കിൽ നമുക്കറിയാം. ഈ പറയുന്ന CCTV ക്യാമറ ഉണ്ടാകും, അവിടെ എപ്പോഴും ആളുകളുണ്ടാകും, ഇവരുടെ സ്റ്റാഫ് ഉണ്ടാകും. മറ്റെന്തെങ്കിലും കൊണ്ട് വെച്ച് ഉപയോഗിച്ചാലൊക്കെ പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ പറയുന്ന സെലിബ്രിറ്റികളൊക്കെ ഈ ലോക്കൽ ബാറിൽ കയറിയല്ലോ കുടിക്കുന്നത്. പാവപ്പെട്ടവനല്ലേ ഈ സാധനം വാങ്ങിച്ച് കുടിച്ചിട്ട്, കീടനാശിനി വാങ്ങിച്ച് കുടിച്ചിട്ട് പോകുന്നത്. പക്ഷേ ഇവരൊക്കെ എങ്ങനെയായിരിക്കും? പബ്ബിന് സമാനമായ, ഇല്ലെങ്കിൽ അതുപോലുള്ള സൗകര്യങ്ങളുള്ള, വളരെ പ്രൈവസി കൊടുക്കുന്ന, CCTVകളൊക്കെ പൂർണ്ണമായിട്ടും കവർ ചെയ്യാത്ത സാഹചര്യങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഒരു ഈ ബാർ. അങ്ങനെയാണോ നമുക്കറിയില്ല. എന്തായാലും അവിടെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണവും അന്വേഷണവും പരിശോധനയും ഒക്കെ നടക്കേണ്ടതുണ്ട്. അത് എക്സൈസ് ആയാലും ശരി തന്നെ, ഡാൻസ് ഓഫ് ആയാലും ശരി തന്നെ, അതുപോലുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണ ഏജൻസികൾ ഇക്കാര്യത്തിനകത്ത് കൃത്യമായ നിരീക്ഷണം നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്.
എന്തായാലും ലക്ഷ്മി മേനോൻ സുഹൃത്തുക്കൾ മറ്റൊരു ഭാഗത്തായിരുന്നു എന്ന് പറഞ്ഞു. ഈ സംഘർഷമാണ് റോഡിലേക്ക് നീങ്ങിയത്. പരാതിക്കാരനും സുഹൃത്തുക്കളും ബാറിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെയാണ് പ്രതികൾ ഇവരുടെ പിറകെ പോയത്, കാറിന് പിറകെ പോയത്. രാത്രി 15:40 അർദ്ധരാത്രിയിലാണ്. അതായത് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ബാറിന്റെ സമയം 11 മണിയല്ലേ? അപ്പോൾ 11 എനിക്കറിയില്ല, എന്തായാലും സമയം ചിലപ്പോൾ 12 മണി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മുടെ മെട്രോ സിറ്റികളിലൊക്കെ ഇത്തരത്തിൽ അർദ്ധരാത്രി കഴിഞ്ഞും പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ നമ്മൾ സാധാരണക്കാർക്ക് സാധാരണ ബാറേ അറിയാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന അതിസമ്പന്നരുടെ ബാറുകൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാക്കാരുടെയും ഈ പറയുന്ന അധോലോകങ്ങളുടെയും ഒക്കെ ബാറുകളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും നോർത്ത് പാലത്തിന് മുകളിൽ വെച്ച്, ആ പാലം നമുക്ക് അറിയാവുന്ന പാലമാണ്, ആ പാലത്തിന് മുകളിൽ വെച്ചാണ് തടഞ്ഞു നിർത്തിയത്. ഈ പറയുന്ന പരാതിക്കാരനായിട്ടുള്ള യുവാവിനെ അലിയാർ ഷാ സലീം എന്നാണ് ആ യുവാവിൻ്റെ പേര്. അയാളെ കാറിനകത്ത് വെച്ച് പിടിച്ചു കയറ്റി അവരുടെ കാറിൽ കയറ്റി വലിച്ചിറക്കി കൊണ്ടുപോയി, കാറിൽ കയറ്റി കൊണ്ടുപോയിട്ട് മുഖത്തും ശരീരത്തും ദേഹത്തും എല്ലാം ഇടിച്ചു എന്ന് പറയുന്നു. തലയിൽ മുഖത്തൊക്കെ ഇടിക്കുകയും മറ്റ് മാരകായുധങ്ങൾ എങ്ങനെ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വധശ്രമത്തിന് വരെ കേസെടുക്കാം. എന്തായാലും തട്ടിക്കൊണ്ടുപോകൽ ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ്. സംഘം ചേരൽ, അനാവശ്യമായി സംഘം ചേരൽ, ലഹരി ഉപയോഗിക്കൽ, ഇങ്ങനെ വിവിധ വകുപ്പുകളുണ്ട്. ഗൂഢാലോചന, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരും. എന്തായാലും തിങ്കളാഴ്ച നോർത്ത് പോലീസ് സ്റ്റേഷനിൽ യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാറിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പ്രതികളിലേക്ക് എത്തിയത്. തൃപ്പൂണിത്തുറ സ്വദേശിയായ ലക്ഷ്മി 2011 വിനയൻ്റെ ചിത്രത്തിൽ കൂടെയാണ് രഘുവിൻ്റെ സ്വന്തം റസിയ ആ സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് കുംകി വിക്രം പ്രഭുവിൻ്റെ നായികയായിട്ട് വന്നിട്ട് കുംകിയിൽ, സുന്ദരപാണ്ഡ്യനിലടക്കം തമിഴിൽ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. നല്ല നടിയാണ്. പക്ഷേ ഇപ്പൊ ഈ അവതാരം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ വേതാളം സിനിമയിലൊക്കെയുള്ള നടിയാണത്. അവതാരം ഞാനത് കണ്ടിട്ട് ദിലീപിന്റെ. അപ്പൊ എന്തായാലും ഇത്തരം നമ്മുടെ നല്ല നടന്മാരൊക്കെ ഈ ലഹരി സംഘങ്ങളുടെ പിടിയിലൊക്കെ ആണോ എന്നുള്ള ഒരു സംശയം ഇവിടെ വരുന്നുണ്ട്. പല നടന്മാരും നമുക്കറിയാമെന്നുള്ളത്, നേരത്തെ അവരുടെ പേര് വീണ്ടും പറയേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവരൊക്കെ ഇതിൽ നിന്നൊക്കെ മുക്തമായി സ്വതന്ത്രമായി സ്വസ്ഥമായൊക്കെ പോയതും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടതും ഒക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ നടന്മാരുടെ കാര്യം കഴിഞ്ഞപ്പോൾ നടിമാരാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത്, ലഹരി സംഘങ്ങളിൽ പെടുന്നത്, കിഡ്നാപ്പിംഗ് പോലുള്ള പരിപാടികൾ ചെയ്യുന്നത്, ആൾക്കാരെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇവർക്ക് മേലൊരു നിയന്ത്രണമില്ല. പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ആൾബലമുണ്ട്, എന്തുമാകാം. സാധാരണക്കാരൻ്റെ മേൽ എന്ത് ആക്രമണവും നടത്താം. അപ്പൊ ഫേമസ് ആയതുകൊണ്ട് ആളുകൾ പോലീസ് ആണെങ്കിലും ഒന്നും മടിക്കാതെ ഇവരുടെ ബന്ധങ്ങൾ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ബന്ധം ചിലപ്പോൾ ആരൊക്കെയായിട്ട് ബന്ധം ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയില്ല. വലിയ മിനിസ്റ്റർമാരുമായിട്ട് ബന്ധമുണ്ടാകും, വലിയ വ്യവസായികളുമായിട്ട് ബന്ധമുണ്ടാകും. അപ്പോൾ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ നിരക്കും. ഇപ്പോൾ ഈ പറയുന്ന ഹോം ലോൺ ഉള്ളവനായിരിക്കുമല്ലോ സാധാരണക്കാരനായ പോലീസുകാരൻ, ഇല്ലെങ്കിൽ അവന് പഠിക്കുന്ന മക്കളുണ്ടാവുമല്ലോ, അവൻ്റെ പണി പോയാൽ അവന് ജീവിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം ആൾക്കാരെ, ഇത്തരം അതിസമ്പന്ന മാഫിയ പ്രഭുക്കളെയൊക്കെ തൊടാനായിട്ട് സാധാരണക്കാർക്ക് ഭയമാണ്, സാധാരണ പോലീസുകാർക്ക് ഭയമാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന നിർബാധം ഇവരുടെ ലഹരി ലോകവും മാഫിയ ലോകവും ഒക്കെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. സാധാരണക്കാരനെ ഇവർ മധ്യത്തിൽ പൊതുനിരത്തുകളിൽ വേട്ടയാടും. ചിലപ്പോൾ വണ്ടി കൊണ്ടിരിക്കും. ഇവിടെ ഒരു IAS കാരൻ, ഒരു മാധ്യമപ്രവർത്തകനും, പാവപ്പെട്ടവൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ ചെയ്തുകൊണ്ട് റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി സംസാരിക്കുമ്പോൾ ഇടിച്ച് കൊലപ്പെടുത്തിയ കേസില്ലേ? തെളിവ് വല്ലതും ഉണ്ടോ? ഇന്ന് ഒരു തെളിവുമില്ലാത്ത കേസ് എവിടെ പോയെന്ന് അറിയണം. ഇപ്പോഴും അയാൾ IAS കാരനായിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. അയാളുടെ കുടുംബം പോയി. ഒരു വളരെ ശാന്തനായ മനുഷ്യൻ, നമുക്കൊക്കെ വളരെ പേഴ്സണലി അറിയാമെന്നുള്ള ഒരു മാധ്യമപ്രവർത്തകനായിട്ട് KMBയുടെ കഥയാണ്. KMB എന്ന് പറയുന്ന ആ മനുഷ്യൻ. അപ്പോൾ ഇവിടെ എന്തുമാകാം, പണവും അധികാരവും ഉണ്ടോ, ഇവിടെ എന്തുമാകാമെന്നുള്ളത്. ഇത് അധിക കാലം ഇങ്ങനെ പോകില്ല. കുറേ കാലം കഴിയുമ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കഥയൊക്കെ. സാധാരണ ജനങ്ങൾ ഇതങ്ങ് മടുക്കുമ്പോഴുണ്ടല്ലോ അവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ, അത് നടിയായാലും നടനായാലും IAS കാരനായാലും IPS കാരനായാലും ഇനി ഏത് കൊടി കുത്തിയവനായാലും ശരി തന്നെ, അന്യായം ചെയ്യുന്നവനെ റോഡിൽ കൈകാര്യം ചെയ്യുന്ന ഈ പണ്ട് ഇപ്പോൾ SFI പിള്ളേരുണ്ടല്ലോ, അവർ മുദ്രാവാക്യം വിളിക്കുമായിരുന്നത് പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമെന്നോ എന്നൊക്കെ. അപ്പോൾ ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ ഗതി കെട്ടിട്ട് ഇത്തരം അക്രമികളെയൊക്കെ റോഡിൽ കൈകാര്യം ചെയ്യേണ്ട കാലം വരാതിരിക്കട്ടെ. വന്നാൽ അതൊരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. കാരണം ഈ പറയുന്ന ലെഫ്റ്റിൽ മാവോയുടെ ഒരു കോട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യം സമാധാന കക്ഷികളുടെ ഒരു വിപ്ലവം വരും, അത് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചാൽ പിന്നെ വരുന്നത് ഭ്രാന്തന്മാർ നയിക്കുന്ന വിപ്ലവമായിരിക്കും. അത്തരത്തിലൊന്നും വരാതിരിക്കട്ടെ. ഈ മാഫിയകളെയൊക്കെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കാനും സാധാരണ മനുഷ്യർക്ക് സമാധാനപൂർണ്ണമായി ജീവിക്കാനും കഴിയട്ടെ. അങ്ങനെ ഒരു സമാധാനമുള്ള ഒരവസ്ഥയിലേക്ക് കൊച്ചി നഗരവും എത്തട്ടെ. സിനിമാ മാഫിയകളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.